നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങളിപ്പോൾ ഒരു ഗോൾ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. അതിലേക്ക് എത്താനായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ട് ചോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഏത് ചൂസ് ചെയ്യണം, അതിൽ ഏത് വഴിക്ക് പോയാലാണ് നിങ്ങളുടെ ഗോളിലേക്ക്, നിങ്ങൾക്ക് ഉദ്ദേശത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുക എന്നതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു പേഴ്സണൽ റീഡിംഗ് വന്നു, അത് ഞാൻ പേഴ്സണൽ റീഡിംഗ് എടുത്ത് കൊടുത്തു. എന്നാലും ഞാനത്, അപ്പൊ നിങ്ങൾ കുറെ പേര് അതിന്റെ ആ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത്. അപ്പോ നിങ്ങൾ രണ്ട് ചോയ്സ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വഴി എങ്ങനെയായിരിക്കും, മനസ്സിലായോ? അത് നിങ്ങളെ തെറ്റിലേക്കാണോ ശരിയായ ഗോളിലേക്കാണോ എത്തിക്കുക, രണ്ടാമത്തെ ചോയ്സ് എങ്ങനെയായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചോയ്സ് തിരഞ്ഞെടുക്കാൻ പറ്റും. അത് ജനറൽ റീഡിംഗ് ആണിത്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഇത് കണ്ടിട്ട് ഒരു ഡിസിഷനും നിങ്ങൾ എടുക്കരുത്, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. അപ്പോ നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഇവിടെ നിങ്ങൾ എന്താണ് നിങ്ങൾ അറിയേണ്ടത്, എന്ത് മെസ്സേജ് ആണ് ഭഗവാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു കാർഡ് മറിഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു കാർഡ് മറിഞ്ഞിട്ടുണ്ട്. ഈ കാർഡ് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. ഇനി കാർഡ്സ് വല്ലതും നിങ്ങൾക്ക് വരാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പിന്നെയും കാർഡ്സ് വരുന്നുണ്ട്. ഭഗവാനെ, ഓം നമ ശിവായ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ശക്തിയായിട്ട് നോക്കാം. ഒരു കാർഡും കൂടെ വന്നു, ഭഗവാനെ, വേറൊരു കാർഡും കൂടെ വന്നു. പലരുടെ മെസ്സേജ് ആയിരിക്കും, അറിയില്ല എനിക്ക്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ മെസ്സേജ്. ഭഗവാനെ, ഓം നമ ശിവായ. പല മെസ്സേജുകളാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ 6 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ വലിയൊരു ദുർഘടം പിടിച്ച ഒരു വഴിയിലാണ്, മീൻസ് ഒരു ജേർണിയിലാണ്, യാത്രയിലാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശത്തിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ ആ ഉദ്ദേശത്തിൽ എത്തും, പക്ഷെ അതിലേക്കുള്ള വഴി ഭയങ്കര ദുർഘടം പിടിച്ചതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ദൈവത്തിന്റെ സഹായം ആവശ്യപ്പെടണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം ദൈവത്തിനോട്. എന്നാലേ